താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിക്കാതിരുന്ന നടപടിയിൽ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധി വാദ്രയും തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രയും സാമൂഹിക മാധ്യമമായ എക്സിലൂടെയായിരുന്നു ഇരുവരുടെയും വിമർശനം. കേന്ദ്ര സർക്കാരിനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മഹുവയുടെ പ്രതികരണം. ഇന്ത്യൻ മണ്ണിൽ വെച്ച് പൂർണ്ണ പ്രോട്ടോകോളോടെ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ മുത്താഖിക്ക് വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കി പുരുഷന്മാർ മാത്രമുള്ള വാർത്താ സമ്മേളനം നടത്താൻ അനുമതി നൽകാൻ കേന്ദ്ര സർക്കാരിനെ എങ്ങനെ ധൈര്യം വന്നുവെന്ന് മഹുവ എക്സിലെ കുറിപ്പിൽ ആരാഞ്ഞു. ഇതിനെ സമ്മതിക്കാൻ എസ് ജയശങ്കറിനെ എങ്ങനെ ധൈര്യം വന്നുവെന്നും നട്ടെല്ല് ഇല്ലാത്ത നമ്മുടെ പുരുഷ മാധ്യമ പ്രവർത്തകർ എന്തിനെ അവിടെ ഇരുന്നുവെന്നും മഹുവ ചോദിച്ചു. വ്യാഴാഴ്ചയാണ് അമീർ ഖാൻ മുത്താഖി പ്രഥമ ഇന്ത്യ സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തിയത്. വെള്ളിയാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശേഷം ഉച്ചകഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ മുത്താഖി നടത്തിയ വാർത്താ സമ്മേളനത്തിലേക്ക് വനിതകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. അതേസമയം കാബൂളിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ മിഷനെ ഇന്ത്യൻ എംബസി പദവിയിലേക്ക് ഉയർത്തുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ജയശങ്കറിന്റെ പ്രഖ്യാപനം. താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ നീക്കം. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അമീർ ഖാൻ മുത്താഖിയുടെ സന്ദർശനം നിർണായകമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചിരുന്നു. അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ച് ഒരു വർഷത്തിന് ശേഷം 2022 ഇവിടെ ഇന്ത്യ ടെക്നിക്കൽ മിഷൻ സ്ഥാപിച്ചു. പിന്നീട് ഇതുവരെ അവിടെ എംബസി എന്ന നിലയിൽ ഇന്ത്യ പ്രവർത്തിച്ചിരുന്നില്ല. അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിൽ ആദ്യം അവിടെ സഹായവുമായി എത്തിയത് ഇന്ത്യയാണ്. രാജ്യാന്തര അംഗീകാരത്തിനായുള്ള താലിബാൻ ഭരണകൂടത്തിന്റെ തുടർച്ചയായ ശ്രമത്തിന്റെ ഭാഗമായാണ് അമീർ ഖാൻ മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനം. റഷ്യയിൽ നടന്ന മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷനുകളുടെ 7ാമത് യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് മുത്താഖി 8 ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയത്. 2021 ഓഗസ്റ്റിൽ അഫ്ഗാനിൽ ഭരണത്തിലേറിയ ശേഷം ഒരു താലിബാൻ നേതാവ് ഇന്ത്യയിലേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. താലിബാൻ അധികാരമേറ്റതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൗരന്മാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇന്ത്യ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ മാനുഷിക സഹായങ്ങൾ അഫ്ഗാനിൽ വിതരണം ചെയ്യുന്നതിനും മറ്റുമായുള്ള പരിമിത ഇടപെടലുകൾ ഇന്ത്യ നടത്തുകയും ചെയ്തു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഈ വർഷം ആദ്യം ദുബായിൽ വെച്ച് മുത്തഖിയുമായി ചർച്ച നടത്തിയിരുന്നു. അതിനിടെ അഫ്ഗാനികൾ ഇന്നലെയും ഇന്നും നാളെയും ഇന്ത്യക്കൊപ്പമാണെന്ന പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്തു വന്നു. പതിറ്റാണ്ടുകളായി അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് പിന്തുണ നൽകിയിട്ടും അഫ്ഗാനികൾ ചരിത്രപരമായി ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും പാകിസ്ഥാനോട് ശത്രുത പുലർത്തുകയുമാണെന്ന് ആസിഫ് ആരോപിച്ചു.